పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా అందమైన యదునందనుపై కుందరదనలిరమోదక పరిమళ గంధము పుయ్యరుగా గంధము పుయ్యరుగా പന്നീരു ഗന്ധമു പുയ്യരുകാ. അയ്യോ മോളെ സീത, എന്താ പറ്റിയേ? എടാ എന്നാ പറ്റിയ കൊച്ചിന്? എന്താന്നറിയില്ല, അവൾ പെട്ടെന്ന് തലറിഞ്ഞ് വീണു. അവൾക്ക് മേലൊക്കെ വേരെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അമ്മ കുറച്ച് വെള്ളം എടുത്തോണ്ട് പോവാ. സീത, നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സീത, ഈ പ്രാവശ്യം നിങ്ങൾ ആരാന്ന് പറഞ്ഞിട്ട് പോ. അത് നീ സ്വന്തമായി അറിയേണ്ട കാര്യങ്ങളാണോ സീത? ഞാൻ ഇന്നലെ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നീ അങ്ങോട്ട് പോകരുതെന്ന്. പിന്നെ നീ എന്തിനാ പോയത്? അതല്ലേ നിനക്ക് ഇന്നൊരു ആപത്ത് സംഭവിക്കാൻ പോയത്. അപ്പോൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞ ആപത്ത് ഇതായിരുന്നോ? ഒന്ന് പറയാൻ പാടില്ലായിരുന്നോ എന്നാ? നിങ്ങൾ ഈ വെട്ടവും കാണിച്ച ഒച്ച മാത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മുഖമില്ല അറ്റ്ലീസ്റ്റ് കാണിച്ച എന്താന്ന് പറഞ്ഞ എനിക്ക് ആരോടും പറയാൻ പറ്റേണ്ടത്. పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా అందమైన యదునందనుపై కుందరదనలిరమోదక పరిమళ గంధము పుయ్యరుగా. എന്താ ലക്ഷ്മി, ഞെട്ടിയോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? മോളെ സീതേ, കരയാനുള്ള സമയമല്ല ഇപ്പോൾ. നേരിടണം എല്ലാം. ഇനി വരുന്ന 2 മാസം അത് പോരാട്ടത്തിൻ്റെ മാസങ്ങളാണ്. മോളുടെ ജീവൻ തന്നെ ആപത്തിലാകാൻ സാധ്യതയുണ്ട്. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല മോളെ. വരാനുള്ളത് വരെ തന്നില്ല. സൂക്ഷിക്കണം. ചേച്ചി ഒന്ന് പറയാൻ പറ്റുമോ എന്താ സംഭവിക്കാൻ പോണെന്ന്? ചേച്ചി പോയോ? ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നോ? സീത, നീ എന്താ ഒറ്റ കേൾക്കണേ? അതൊന്നുമില്ല, ഞാൻ ചുമ്മാ എന്തൊക്കെയാ ആലോചിച്ച് നിന്നതാ. ഇയാക്കടെ വയ്യായിക്കൊക്കെ മാറിയില്ലേ? എൻ്റെ കൂടെ കളിക്കാൻ വരണ്ട? കളിക്കാനാ? ഒന്ന് പോയിടക്കാൻ. വളർന്ന് വലുതായി, എന്നിട്ട് ഇപ്പൊ കളിയെന്ന് പറഞ്ഞ് നടക്കുക. ഓട്ടവും ചാട്ടവും കാട്ടും കോയിനൊന്നും അല്ല. അവിടെ മറ്റേ കൊറോണയുടെ സമയത്തുള്ള സംഭവം, ഫ്രീ ഫയർ ടീമിട്ട് കളിക്കാൻ. മൊബൈലാണോ? എനിക്ക് കളിക്കാം. കേട്ടിട്ട് ഇയാൾക്ക് കളിക്കാൻ അറിയാന്ന് തോന്നണു. പിന്നല്ലാണ്ട്, നിങ്ങൾ ആൺപിള്ളേരെ പോലെ തന്നെ ഞങ്ങളും കൊറോണ സമയത്ത് ഇതൊക്കെ ആയിട്ടാണ് വരുന്നത്. ദേ, ആ രാധുരി ഒന്നും അറിയാൻ പാടില്ലാന്നേ, അല്ലെങ്കിൽ വിളിച്ചെടുത്ത് കളിക്കാറുന്നു. രാധുവിനെ വിളിച്ചിരുത്തി കളിക്കാനാണോ? അതെയോ? നിന്റെ എന്തോരം എമോട്ടാടി. അല്ല പിന്നെ കുറെ കഷ്ടപ്പെട്ട് അത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. 6ാമത്തെ പ്രാവശ്യം നിങ്ങൾ ചട്ടിയെ തിന്നാൻ വിളിക്കണത്. വരണ്ടോ ഇല്ലയോ? ഇത്ര പ്രാവശ്യം അമ്മ നിങ്ങൾ രണ്ടുപേരും വിളിക്കണോ? കുഞ്ഞിപ്പിള്ളേരെ പോലെ ഗെയിമും കളിച്ചിരിക്കുക.
അമ്മ എല്ലാവർക്കും പച്ചമാക്ക് ജ്യൂസ് അടിക്കാൻ പോവാണ്. അവൾക്കൊരു പണി കൊടുത്താലോ? കൊടുക്കാം. എന്നാ എല്ലാവരും ജ്യൂസ് എടുത്ത് കുടിച്ചേ. മോളെ നീ കുടിക്കടേ നീ കുടിക്ക്. പാവയ്ക്ക് ജ്യൂസാണോ ഈ ചെറുക്കൻ എൻ്റെ കൊച്ചിനെ കുടിപ്പിച്ചത്? ഓ ഇവനെ ഞാൻ. ആൻറ്റി എനിക്ക് ജ്യൂസ് മതിയായി, വയറ് ഓൾറെഡി നിറഞ്ഞിരിക്കണുണ്ട്. ഓ ഇതാണോ ആ ചേച്ചി പറഞ്ഞ പരീക്ഷണങ്ങളിലൊന്ന്? ഇതല്ലാടി. ഓ മൈ ഡിയർ സീതാലക്ഷ്മി, പാവയ്ക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? എടാ നീ എനിക്ക് പാവയ്ക്ക് ജ്യൂസ് തരൂലേ? ഇങ്ങനെ കാൻസറാണ് നിന്റെ ഷൂസ്. കൂടുതൽ പാതിലിടാൻ പോവാം. കൊക്രോസി എങ്ങോട്ട് പോയിട്ടില്ലേ? ഇവിടെ തന്നെ കിടന്നോട്ടോ. എന്റെ പ്ലാൻ ഒന്ന് റീച്ച് ചെയ്തിട്ടില്ലേ? അമ്മ ഞാൻ പുറത്ത് പോയിട്ട് വരാട്ടോ. അയ്യോ അമ്മ, പാറ്റ. കിച്ചു, നീ അറിഞ്ഞോ? ഇവിടെ ചിലവരൊക്കെ ചിലവരുടെ മുമ്പിലൊക്കെ മുട്ട കുത്തി. ഓ നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഷൂസിൽ പാറ്റേനൊക്കെ ഇട്ട് ചായക്ക് പതയ്ക്ക് വേണ്ടിയിട്ട് വിമ്മ് കലക്കി ഞാൻ ഉറങ്ങണ സമയത്ത് എൻ്റെ മുഖത്ത് സ്കെച്ച് വരച്ചും ഞാൻ എൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാന്ന് പറഞ്ഞ കള്ളവും പറഞ്ഞത് കത്തിക്കുകയും ചെയ്തിട്ട് നീ വലിയ ആളാന്ന് വിചാരം? പിന്നെ ഞാൻ വലിയ ആളാവോ തന്നെ ചെയ്യും. നീ എന്നാ എനിക്ക് പണിയാന്ന് പറഞ്ഞിട്ട് ചെയ്തത്? എൻ്റെ മുഖത്ത് വെള്ളം കോരി ഒഴിച്ച്, പിന്നെ എന്നാ ഞാൻ മടക്കി വെച്ച ഡ്രസ്സിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ച്, അത് മാത്രമല്ലേ ഞാൻ ചെയ്തോളൂ. നീ വേറെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ തന്നെയാ കൂടുതൽ പോയിന്റിൽ നിൽക്കുന്നത്. നീ ഒരുപാട് പറയാനൊന്നും വരണ്ട. അത് തന്നെ സീത മോളെ, അവൻ്റെ അഹങ്കാരം പൊടിക്ക് കുറയ്ക്കണം. അല്ല പിന്നെ എന്താ അഹങ്കാരം? നിങ്ങൾ രണ്ടുപേരും എന്നാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുവാ? ചെന്ന് അമ്പലത്തിൽ പോയിക്ക് പിള്ളേരെ. കിച്ചു പോയി. ചെല്ല് അവന് അമ്പലത്തിൽ എത്തിക്കാണും. നിങ്ങൾ ഒരു ചെന്നേ. അമ്പലത്തിലോ? ദൈവമേ, എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ പോണില്ല ആൻറ്റി. ആണോ മോളെ? എനിക്ക് മോള് പോകണ്ട. മോള് റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ. അതെന്താ അങ്ങനെ? അവൾക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോ അവൾക്കടുത്ത് പോയി റെസ്റ്റ് എടുക്കാനോ? എന്തിനാ? എനിക്ക് ഞാനും പോണില്ല, എനിക്കും റെസ്റ്റ് ഒക്കെ എടുക്കണം. റെസ്റ്റ് അവന് റെസ്റ്റ് എനിക്ക് ഒലക്കിയിട്ട് അടിയാ തരേണ്ടത്. അമ്പലത്തിൽ പോടറക്കാം. അമ്മ ഇത് വിവേചനാട്ടോ. ഇത് എന്നാ പണി? അവൾ അമ്പലത്തിൽ വിട്ടെന്നാ? എനിക്ക് ഞാൻ പോണില്ല. ഓ ഈ ചെറുക്ക് സമ്മതിക്കൂലോ. ഞാൻ എനിക്ക് ഏട്ടനെ വിളിക്കട്ടെ. അച്ഛനെ വിളിക്കണ്ട. ഞാൻ പോയി അമ്പലത്തിലെത്തി. ഈ ചെറുക്കന് ബോധമില്ലേ? വരാൻ പറ്റാന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ? ഓ ഒരു വിവരം ബോധമില്ലാത്തൊരു ചെറുക്കൻ. അവൾക്ക് പറയാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അവൾക്കടുത്ത് പോയി റെസ്റ്റ് എടുക്കാൻ. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ ചൂല് തൊട്ടൊക്കെ, പിന്നെ അച്ഛനെ വിളി. ഇതെന്നാ കഷ്ടമാണ്. അമ്മ പ്രസവിച്ച് തന്നെയാണോ അത് അവളെയാണോ? എന്നെ തടർക്കാൻ നീ പിറൂർത്തോണ്ട് വരണത് വയ്യ നിനക്ക്? എടാ അമ്മയ്ക്ക് അവളോട് എന്തോ സോഫ്റ്റ് കോർണറുണ്ടടാ. എടാ നീ ശരിക്കും ഓർത്ത് നോക്കിയേ, അമ്മ എന്നെ പ്രസവിച്ചത് തന്നെയാണോ അതെന്നെ ഇവിടെ നിങ്ങൾ എടുത്തുകൊണ്ട് വന്നെയാണോ? ശരിക്കും നീ ഓർത്ത് നോക്കിയേ, നമ്മൾ ട്വിൻസ് തന്നെയാണോ? നമ്മുടെ രണ്ടുപേരും മുഖം ഒരേപോലെ ഒന്നല്ലല്ലോ.
ശരിക്കും എന്നെ വേറെ എവിടെയെങ്കിലും എടുത്തായിരിക്കൂടാ. എന്തേ മോന് വൈകിയേ? വരണ വഴിക്ക് അവിടെ തലയിടിച്ചോ? നിന്നെ അവിടെ നിങ്ങൾ എടുത്തതാണെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടേനെ നല്ലതെന്ന് നോക്കി എടുക്കണമെന്ന്. ആടാ, അവൾ അമ്പലത്തിൽ വരാൻ മടി പിടിച്ച് വീട്ടിലിരുന്നപ്പോൾ അമ്മ പറഞ്ഞു വരുമൊന്നും വേണ്ടാന്ന്. ഞാൻ വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ ഒച്ചെടുത്ത് വിട്ടു. അതെന്നാ അവൾ അമ്പലത്തിൽ കയറി അവളുടെ കാല് ഒടിഞ്ഞു പോകും. അവൾ അമ്പലത്തിൽ വരാൻ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്പലത്തിൽ വരാനാണ്. അവൾ മടി പിടിച്ചിരിക്കണമെന്നല്ലായിരിക്കും. ചിലപ്പോൾ അവൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലായിരിക്കും. ദൈവമേ, അതാണോ? അയ്യേ, അവൾ എന്നെ വിചാരിച്ചാണ്, എനിക്കതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചാണല്ലേ? തീർച്ചയായും നീ ഒരു പൊട്ടലാന്നുള്ളത് വിചാരിച്ചു കാണും. ഒന്ന് പോടാ പൊട്ടാ, ഇനി വരണ്ടെങ്കിൽ വാ. ആ കടുവൊക്കെ കഴിഞ്ഞ അടുത്ത് എന്ത് പണി കൊടുക്കുക? ചിന്തിച്ചിട്ടാണ് ഒരു ഐഡിയ കിട്ടണമില്ല. മൊബൈലിലൊക്കെ അടിച്ചു നോക്കിയല്ലോ. എന്താ ചെയ്യാ? എന്തൊക്കെ ആവട്ടെ. ഇനി 3-4 ദിവസത്തേക്ക് വഴക്കിലൊന്നും പോകണ്ട. അവൾക്ക് വയ്യായിരിക്കും. എന്തിനാ വെറുതെ? ഞാൻ ചത്താലും വേണ്ടില്ല. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തിട്ട് വേണം ചാവാൻ. അതിനെന്നെ കൊടുക്കണേ. പാവം കുറെ ഏറ്റു. പാവം ഇത്ര ബോധമില്ലാത്തവരെ എനിക്കൊന്നും തിരിച്ചിട്ടുണ്ട്. എന്തോട്ട് ചെയ്യാ? ഭാവിച്ച് വരുവായിരുന്നെങ്കിൽ ഇങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാറുണ്ട്. ഇവളെന്നെ ഈ ആലോചിച്ചിരിക്കണേ. എനിക്ക് നല്ല പണിയില്ലാന്നായിരിക്കും. പിന്നെ വയ്യാണ്ടിരിക്കണ അവൾ എൻ്റെ വെക്കിട്ട് കയറാൻ പോവല്ലേ. അതൊക്കെ വിട്. അവളെ ടേക്ക് കെയർ ചെയ്യണോ അതെയോ അവൾക്ക് എന്തെങ്കിലും പണി കൊടുക്കണോ? സീത, നീ അറിഞ്ഞോ? ഗന്ധമു പൊയ്യരുക, പന്നീരു ഗന്ധമു പൊയ്യരുക. అందమైనయదు నందనుపై కుందరదనలిరమోదక పరిమళ గంధము పొయ్యరుగా. గంధము పుయ్యరుగా, పన్నీరు గంధము పుయ్యరుగా.